മാത്രം എടുക്കുന്നതായിരുന്നു കരുനാഗപ്പള്ളി, തഴവ, തൊടിയൂർ, നോർത്ത, കൊച്ചയ്യത്ത് കിഴക്കിയതിൽ ദിനേശ് കുമാറിന്റെ ശീലം. ഒടുവിൽ JC 325526 എന്ന നമ്പറിൽ പൂജാ ബെമ്പർ ഭാഗ്യവുമെത്തി. കൊല്ലം KSRTC ഡിപ്പോയ്ക്ക് സമീപത്തുള്ള ജയകുമാർ ലോട്ടറി ഏജൻസിയിൽ നിന്ന് കഴിഞ്ഞ ഒക്ടോബർ 22-നാണ് ദിനേശ് 10 ലോട്ടറി എടുക്കുന്നത്. കരുനാഗപ്പള്ളിയിൽ നിന്നും പൂജാ ബെമ്പർ എടുത്തിരുന്നു. ആദ്യമായാണ് ജയകുമാർ ലോട്ടറി സെന്ററിൽ നിന്ന് ടിക്കറ്റ് എടുത്തത്. റേറ്റ് കുറച്ച് കിട്ടുമെന്നുള്ളത് കൊണ്ട് 10 ടിക്കറ്റുകൾ വീതം എടുക്കുന്നതാണ് പതിവ്. ഒന്ന് കൈവശം വെച്ച ശേഷം ബാക്കിയുള്ളത് വീട്ടുകാർക്ക് സമ്മാനമായി കൊടുക്കും. മുൻപേ എടുത്ത ബെമ്പറുകൾക്ക് 50,000, 10,000 രൂപയെല്ലാം കിട്ടിയിട്ടുണ്ട്. 2019-ൽ തിരുവോണം ബെമ്പറിന്റെ 12 കോടിയുടെ സമ്മാനം തൊട്ടടുത്ത നമ്പറിനാണ് നഷ്ടമായത്. ഈ ബമ്പർ എനിക്ക് നേരത്തെ പെട്ടെന്ന് കയ്യിൽ പോയിട്ടുണ്ടോ ബമ്പർ? ശുദ്ധരായ ആൾക്കാരെ, കുറെ ആൾക്കാരെയൊക്കെ സാമ്പത്തികമായി പറ്റിച്ചുകൊണ്ട് പോകുന്നേക്കും. അങ്ങനെ അവരുടെ കിടക്കട്ട നഷ്ടപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ സഹായിക്കും. പഴയതുപോലെ തന്നെ ആയിരിക്കും. പഴയതുപോലെ തന്നെ 8 വർഷത്തോളമായി ലോട്ടറി എടുക്കുന്നുണ്ട്. ആനേടിയിൽ സ്വന്തമായി പശു ഫാം നടത്തുകയാണ് ദിനേശ്. കൂടാതെ ചെറിയ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 4-ന് ഉച്ചയോടെ തന്നെ ദിനേശ് ലോട്ടറി ഫലം വാർത്തയിലൂടെ അറിഞ്ഞിരുന്നു. ഉടൻ QR കോഡ് സ്കാൻ ചെയ്ത് സമ്മാനം ഉറപ്പുവരുത്തി. ഇന്നലെ ഉറ്റ സുഹൃത്തിന്റെ സഹോദരിയുടെ വിവാഹമായിരുന്നു. ചടങ്ങുകൾക്ക് മേൽനോട്ടം വഹിക്കുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ടാകേണ്ടതിനാൽ ശ്രദ്ധ തന്നിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വിവരം ആരോടും പറഞ്ഞില്ല. ജയകുമാർ ഏജൻസി ഉടമ വിജയകുമാറിനെ വൈകിട്ട് 6-ഓടെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. തുടർന്ന് കല്യാണ തിരക്കുകളിലേക്ക് മടങ്ങി. ആരോടും പറയാത്തതിനാൽ രാത്രി ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. രാവിലെ 10-ഓടെയാണ് ഭാര്യ രശ്മിയോടും മക്കളായ ധീരജിനോടും ധീരജിയോടും സന്തോഷ വാർത്ത പറയുന്നത്. ആദ്യം വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. വിവാഹം കഴിയുന്നതുവരെ മറ്റാരും വിവരം അറിഞ്ഞിരുന്നില്ല. തുടർന്ന് ഇന്നലെ ഉച്ചയോടെ ജയകുമാർ ലോട്ടറി സെന്ററിലേക്ക് എത്തി. ജയകുമാർ ഏജൻസി ഉടമകളായ ജയകുമാറും വിജയകുമാറും ചേർന്ന് ദിനേശിനെ പൊന്നാടയും കിരീടവും അണിയിച്ചാണ് സ്വീകരിച്ചത്. കുടുംബസമേതമാണ് ലോട്ടറി സെന്ററിലേക്ക് എത്തിയത്. 12 കോടി ഒന്നാം സമ്മാനത്തിന് പുറമെ ചെറിയ സമ്മാനങ്ങളും ഇത്തവണ എടുത്ത മറ്റ് പൂജാ ബെമ്പർ ടിക്കറ്റുകൾക്ക് അടിച്ചിട്ടുണ്ട്. ഒന്നാം സമ്മാനം കൂടാതെ ദിനേശിന് ഏജൻസി കമ്മീഷനും കിട്ടും. പൂജാ ബെമ്പർ അടിക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. കോടീശ്വരനായതിൽ ഭയമൊന്നുമില്ല. ജീവിതം പഴയ പോലെ തന്നെയായിരിക്കും. സാധാരണക്കാരെ സഹായിക്കണമെന്ന് ദിനേശ് കുമാർ പറഞ്ഞു. എൻ്റെ സ്കാനറുണ്ട്, മൊബൈൽ സ്കാനറുണ്ട്. ഞാൻ സ്കാൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിത് പറയാൻ പറ്റത്തില്ലായിരുന്നു. വെച്ചാൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണം നമ്മളായിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത്. അന്നേരം എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അന്നേരം നമുക്കവിടെ നിൽക്കാൻ പറ്റാതെ. അതുകൊണ്ട് ഇന്ന് രാവിലെ അവരോട് പറഞ്ഞു. രാവിലെ സ്കൂളിൽ ആരോടും പറഞ്ഞില്ല. ഇവിടെ ആരോടും പറഞ്ഞില്ല. രാവിലെ കല്യാണം ഇവരെ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പം തന്നെ നോക്കി എൻ്റെ എല്ലാവരുടെയും പറഞ്ഞില്ല. കല്യാണം വീട്ടിൽ ഞാൻ സജീവമായിട്ട് എന്നിട്ട് പോലും ആരും അറിഞ്ഞു. ഇതിപ്പോ എല്ലാരും അറിഞ്ഞോണ്ടിപ്പം പറഞ്ഞില്ല. ഇന്നലെ ഉറങ്ങിയില്ല. പക്ഷെ മുഖത്ത് എന്തോ എന്തോ ഒരു ഇതുണ്ടായിരുന്നു മുഖത്ത്. അന്നേരം ഞാൻ ചോദിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. അന്നേരം രാത്രിയിൽ ഉറക്കമില്ലായിരുന്നു. അന്നേരം ഞാൻ ചോദിച്ചു എന്താ ഉറങ്ങാതെ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞ് എനിക്ക് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇന്ന് രാവിലെയാണ് എന്നോട് പറഞ്ഞത്. അറിഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്തോ അല്ലല്ല രാവിലെ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഇവിടുന്ന് കൊല്ലത്ത് വന്ന് കരുനാഗപ്പള്ളി, മണപ്പള്ളി, അടൂരും മധുവിലൊക്കെ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.